ദില്ലിയിൽ ഇന്ന് വിദ്യാർത്ഥി പ്രതിഷേധം. ബംഗാൾ, ബീഹാർ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെയുണ്ടായ പോലീസ് നടപടിക്കെതിരെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെയും പൗരാവകാശ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം. അതേസമയം പ്രതിഷേധത്തിന് പോലീസ് അനുമതി നിഷേധിച്ചു. വിവരങ്ങളുമായി ഫെമിന ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഫെമിന, ഇവിടെയും പോലീസ് ഒരു സംഘടിക്കാനുള്ള അവകാശം, ഒരു ഭരണഘടനാ അവകാശം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന ഒരു നിലപാട് തുടരുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദില്ലി ജന്തർ മന്ദിറിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അസാമിലും അതുപോലെ തന്നെ ബംഗാളിലുമൊക്കെ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ ക്രൂരമായ മർദ്ദനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവർ അന്യായമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ജയിലിൽ അടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ദില്ലി ജന്തർ മന്ദിറിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ യോഗം നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ ഈ പ്രതിഷേധത്തിന് പോലീസ് അനുമതി ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലീസ് വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. ഇപ്പോൾ എന്തായാലും ഒരു പ്രതിഷേധം നടത്തും എന്നതുമായിട്ട് മുൻപോട്ട് പോവുകയാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ. ആസാം, അതുപോലെ തന്നെ ബംഗാൾ, ബീഹാർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തരത്തിലുള്ള മർദ്ദനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ച് ബീഹാറിൽ AK-47 ഉപയോഗിച്ച് പോലീസ് ഈ ഒരു പ്രതിഷേധത്തെ നേരിടാൻ ശ്രമിച്ചു എന്നുള്ളത് പാർലമെന്റിൽ അടക്കം വലിയ തരത്തിൽ ചർച്ചാ വിഷയമാവുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു ഉയർന്നു വന്നിരുന്ന. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് പെല്ലറ്റ് ഗണ്ണും അതുപോലെ തന്നെ AK-47 ഒക്കെ ഉപയോഗിച്ച് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ നേരിടാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള പ്രതിഷേധമായി കൂടിയാണ് ഇന്ന് ദില്ലി ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എന്നാൽ അതിന് ഇപ്പോൾ ദില്ലി പോലീസ് അനുമതി നൽകിയിട്ടില്ല. ശരി, CN ഫെമിനയാണ് വിവരങ്ങളുമായി ചേർന്നത്.